സോഷ്യൽ ഗ്രൂപ്പ്സിൻ്റെ ടൈപ്സുകളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അവസാനിപ്പിച്ചത് റഫറൻസ് ഗ്രൂപ്പിലായിരുന്നു. ഇനി സോഷ്യൽ ഗ്രൂപ്പ്സിൻ്റെ ടൈപ്സിൽ അവസാനമായിട്ട് നമ്മൾ നോക്കുന്ന ഗ്രൂപ്പ് പിയർ ഗ്രൂപ്പ്സ് ആണ്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളാം. പിയർ ഗ്രൂപ്പ്സ് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് പ്രൈമറി ഗ്രൂപ്പ്. ഇതൊരു തരത്തിലുള്ള പ്രാഥമിക ഗണമാണ്. ഓക്കെ, എന്തായിരുന്നു പ്രൈമറി ഗ്രൂപ്പ് എന്ന് നമ്മൾ ഫസ്റ്റ് പഠിച്ചതാണ്. ഗ്രൂപ്പ്സിൽ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ്സ് ആയിരുന്നു. പ്രൈമറി ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അതായത് ഉറ്റബന്ധം, മുഖാമുഖ ബന്ധം, അതുപോലെ തന്നെ സഹകരണം എന്നീ പ്രത്യേകതകളുള്ള ഗ്രൂപ്പുകളെയാണ് പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പിയർ ഗ്രൂപ്പിലും ഈ പ്രത്യേകത ഉള്ളതുകൊണ്ട് ഇതിനെ നമ്മളെന്ത് പറയുന്നു, ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് പ്രൈമറി ഗ്രൂപ്പ്. ഓക്കെ, പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെയാണ്, ഇൻറ്റിമേറ്റ്, ദെൻ ഫേസ് ടു ഫേസ് അസോസിയേഷൻ, കോപ്പറേഷൻ, ഇവയൊക്കെ നിലനിൽക്കുന്ന ഗ്രൂപ്പുകളെയാണ് പ്രൈമറി ഗ്രൂപ്പ് എന്ന് പൊതുവേ പറയാറ്. അപ്പോൾ ആ പ്രത്യേകതയൊക്കെ ഉള്ള ഗ്രൂപ്പാണ് ഇത് ഈ പിയർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഒരു തരത്തിലുള്ള പ്രാഥമിക ഗണമായിട്ടാണ് എന്തിനെ കാണുന്നത്, പിയർ ഗ്രൂപ്പ്സിനെ കണക്കാക്കുന്നത്. പിയർ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ സമപ്രായക്കാരുടെ ഗണം അല്ലെങ്കിൽ തുല്യരുടെ ഗ്രൂപ്പ് എന്നാണ് മലയാളത്തിൽ എന്തിനെ പറയുക, പിയർ ഗ്രൂപ്പ്സിനെ പറയാം. ഓക്കെ, ദെൻ യൂഷ്വലി ഫോംഡ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്, വ്യക്തികൾക്കിടയിൽ രൂപപ്പെടുന്ന ഗ്രൂപ്പ് കൂടിയാണ് ഇത് നമ്മൾ ഈ പറയുന്ന പിയർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സാധാരണയായിട്ട് വ്യക്തികൾക്കിടയിൽ രൂപം കൊള്ളുന്ന ഗ്രൂപ്പുകളാണ് ഇത് ഈ പിയർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പിയർ ഗ്രൂപ്പ്സ് എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓഫ് ദി സെയിം ഏജ്, സ്റ്റാറ്റസ്, ഇൻട്രസ്റ്റ്, എക്സെട്ര. ഓക്കെ, അതായത് എന്താണ് പിയർ ഗ്രൂപ്പ്, അതായത് സമപ്രായക്കാരുടെ ഗണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ സമപ്രായക്കാരുടെ ഗണം എന്ന് പറയുന്നത് അപ്പം വെറും സമപ്രായം മാത്രമല്ല ഈ ഗണത്തിൻ്റെ പ്രത്യേകത. പക്ഷേ പൊതുവേ നമ്മൾ അങ്ങനെ വിളിക്കാറുണ്ട്, സമപ്രായക്കാരുടെ ഗണം എന്ന് വിളിക്കാറുണ്ട്. പക്ഷേ വെറും പ്രായം മാത്രമല്ല ഇവിടെ പരിഗണിക്കുന്നത്, സെയിം ഏജ് മാത്രമല്ല ഇവിടെ പരിഗണിക്കുന്നത്, മറിച്ച് എന്തൊക്കെയുണ്ട്, സ്റ്റാറ്റസ്, ഇൻട്രസ്റ്റ്, ഇതൊക്കെ എന്താണ് ഈ പിയർ ഗ്രൂപ്പ്സിൽ വരുന്നതാണ്. അതായത് ഒരേ പ്രായം, പദവി, താല്പര്യങ്ങൾ എന്നിവയുള്ളവരുടെ ഗ്രൂപ്പുകളെയാണ് എന്ത് പറയാറ്, പിയർ ഗ്രൂപ്പ്സ് എന്ന് പറയാം. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇപ്പം എന്താണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആകുന്ന സമയത്ത് അതിൻ്റെ അകത്തുള്ളവരുടെ താല്പര്യങ്ങൾ ഏകദേശം സമാനമായിരിക്കും. അപ്പോൾ ആ പൊളിറ്റിക്കൽ പാർട്ടിയെ നമുക്ക് വേണമെങ്കിൽ പിയർ ഗ്രൂപ്പ് എന്ന് വിളിക്കാം. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് സ്റ്റാറ്റസ്, ഒരേ പദവി. ഇപ്പോൾ എൻജിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരേ പദവിയുള്ളവരാണ്. ഓക്കെ, ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരേ പദവിയുള്ളവരാണ്. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിനെ നമുക്ക് പിയർ ഗ്രൂപ്പ്സ് എന്ന് വിളിക്കാം. ഓക്കെ, പക്ഷേ നമ്മൾ പൊതുവേ പറയാറ് ഒരേ പ്രായത്തിലുള്ളവരെയാണ്. ഇപ്പോൾ നിങ്ങളെ ക്ലാസ്സിലുള്ളവരെല്ലാം ഒരേ പ്രായക്കാരാണ്. അപ്പോൾ നിങ്ങളെ ക്ലാസ്സിനെ വേണം എന്തായിട്ട് കണക്കാക്കാം, ഒരു പിയർ ഗ്രൂപ്പായിട്ട് കണക്കാക്കാം. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഒരേ പ്രായം, പദവി, താല്പര്യങ്ങൾ എന്നിവയുള്ളവരുടെ ഗ്രൂപ്പുകളെയാണെന്ന് പറയാറ് പിയർ ഗ്രൂപ്പ് എന്ന് പറയാറ്. അപ്പോൾ എന്താണ് പിയർ ഗ്രൂപ്പ് എന്ന് ജസ്റ്റ് ഓർത്ത് വെക്കാം. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓഫ് ദി സെയിം ഏജ്, സ്റ്റാറ്റസ്, ഇൻട്രസ്റ്റ്, എക്സെട്ര. ഓക്കെ, അപ്പോൾ എന്താണ് പിയർ ഗ്രൂപ്പ് എന്ന് ഓർത്ത് വെച്ചോളാം. ഓക്കെ, അതിന് എക്സാമ്പിൾസ് ആണ് ഏതൊക്കെ, ക്ലാസ്മേറ്റ്സ്, സ്കൂൾ മേറ്റ്സ്, അതായത് നിങ്ങളെ ക്ലാസ്സിലുള്ളവരൊക്കെ എന്താണ് ഒരേ പ്രായത്തിലുള്ളവരായിരിക്കും. അപ്പോൾ അതെന്താണ്, അതൊരു പിയർ ഗ്രൂപ്പാണ്. ഓക്കെ, സ്കൂൾ മേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങളെ ആ ഏജിൽ ഇപ്പം എന്താണ് നിങ്ങളിപ്പം +1 ആണ്. അപ്പം നിങ്ങളെ അതേ ഏജ് തന്നെയായിരിക്കും +1 കൊമേഴ്സിലെയും സയൻസിലെയും ഒക്കെ എന്താണ് കുട്ടികൾക്ക് ഉണ്ടാവുക. അപ്പം ആ ഒരു എന്താണ് ബാച്ച് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, നമുക്ക് വേണമെങ്കിൽ അതിനെ പിയർ ഗ്രൂപ്പ്സ് ആയിട്ട് കണക്കാക്കാം. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ എന്താണ് ഒരേ പ്രായത്തിലുള്ളവരെയും ഒരേ പദവിയിലുള്ളവരെയും അതേപോലെ തന്നെ ഒരേ താല്പര്യമുള്ളവരെയും പറയുന്ന പേരാണേത് പിയർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിന് ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫൺ പിയർ ഗ്രൂപ്പ്സ് ഇൻഫ്ലുവൻസ് ഓൺ ചിൽഡ്രൻ ഈസ് ഗ്രേറ്റർ ദാൻ പാരൻ്റൽ ഇൻഫ്ലുവൻസ്. ഓക്കെ, അതായത് ചില സമയങ്ങൾ എന്ന് പറഞ്ഞാൽ ചില പ്രായത്തിൽ രക്ഷിതാക്കളെക്കാൾ കൂടുതൽ സ്വാധീനം ചെലുത്താൻ, കുട്ടികളിൽ രക്ഷിതാക്കളെക്കാൾ കൂടുതൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഗ്രൂപ്പ് കൂടിയാണ് ഇത് പിയർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ചില പ്രായത്തിൽ. ഓക്കെ, ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയാൻ വെച്ചെങ്കിൽ അഡോൾസൻസ് പീരീഡ്, അതായത് കൗമാര കാലഘട്ടം എന്ന് പറയുന്നത്. ഈ കൗമാര കാലഘട്ടത്തിൽ ഒരു പ്രത്യേകത പറഞ്ഞാൽ രക്ഷിതാക്കൾ പറയുന്നതിനേക്കാൾ, ഇപ്പം നിങ്ങൾ കൗമാര കാലഘട്ടത്തിലുള്ളവരാണ്. ഓക്കെ, നിങ്ങളോട് രക്ഷിതാക്കൾ പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ചിലപ്പോൾ നിങ്ങൾ വില കൽപ്പിക്കുക നിങ്ങളെ സുഹൃത്തുക്കൾ പറയുന്നതിനായിരിക്കും. അത് ഈ ഏജിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, അപ്പം ചില പ്രായത്തിൽ എന്താണ് ഈ പിയർ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ പിയർ ഗ്രൂപ്പിലുള്ളവർ പറയുന്നതിനാണ് രക്ഷിതാക്കളെക്കാൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുക, വില കൽപ്പിക്കുക. ഓക്കെ, കാരണം വെച്ചാൽ ഈ പ്രായത്തിൽ നിങ്ങളെന്താണ് രക്ഷിതാക്കളായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ടാകും. അത് നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ടാണ് പിയർ ഗ്രൂപ്പിലുള്ളവരായിട്ടാണ് ഷെയർ ചെയ്യുക.
ഇങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് അല്ലേ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, പല കാര്യങ്ങൾ ഇപ്പം എന്താണ് സെക്സ്, അതുപോലെ തന്നെ പ്രണയം, ഇതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ചർച്ച നിങ്ങൾക്കത് പാരൻ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങളെ സമപ്രായത്തിലുള്ളവരായിട്ട് എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ഈ എന്താണ് പ്രായത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതുകൊണ്ട് തന്നെ ചിലപ്പം ഈ പ്രായത്തിൽ പാരൻറ്റിനേക്കാൾ കൂടുതൽ ഇൻഫ്ലുവൻസ് നിങ്ങളിൽ ആർക്കായിരിക്കും, നിങ്ങളെ ഫ്രണ്ട്സിനായിരിക്കും. ഓക്കെ, ആ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്തിൽ ഉൾപ്പെടുന്നതാണ്, ഈ പിയർ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് കൂടിയാണ് ഇത് പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പം ജസ്റ്റ് എന്താണ് സമപ്രായക്കാരുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഗ്രൂപ്പുകളെ പോലെ തന്നെ ഇമ്പോർട്ടൻസ് ആയിട്ട് പ്രാധാന്യമുള്ള ഒരു ഗ്രൂപ്പാണ് ഇത് ഈ പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എന്താണ് പിയർ ഗ്രൂപ്പ്സ് എന്ന് ഓർത്ത് വെക്കുക. ഇത്രയും ഗ്രൂപ്പ്സുകളെ കുറിച്ചാണ് നമുക്കവിടെ പഠിക്കാനുള്ളത്, നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇത് കൂടാതെ ടെമ്പററി ഗ്രൂപ്പ്സ് ഉണ്ട്. ആ ടെമ്പററി ഗ്രൂപ്പ്സാണ് ക്രൗഡ്, മോബ്, ഓഡിയൻസ് എന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ മെയിനായിട്ട് വരുന്ന ഗ്രൂപ്പ്സിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. പ്രൈമറി ഗ്രൂപ്പ്, സെക്കൻഡറി ഗ്രൂപ്പ്, അതുപോലെ തന്നെ എന്താണ് കമ്മ്യൂണിറ്റി, സൊസൈറ്റി, ദെൻ റഫറൻസ് ഗ്രൂപ്പ്, പിയർ ഗ്രൂപ്പ്സ്. ഓക്കെ, അപ്പം ഇൻ ഗ്രൂപ്പ്, ഔട്ട് ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഇവയൊക്കെയാണെന്ത് ഈ സോഷ്യൽ ഗ്രൂപ്പുകളുടെ പ്രധാനപ്പെട്ട തരങ്ങളെന്ന് പറയുന്നത്. അവയെക്കുറിച്ചാണിത് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളെ ഫസ്റ്റ് ടോപ്പിക്ക് സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ഫസ്റ്റ് ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ഇത്രയും ഭാഗങ്ങൾ സോഷ്യൽ ഗ്രൂപ്പ് എന്താണെന്നും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നും അതിൻ്റെ മെയിൻ ടൈപ്സ്, അതോടൊപ്പം തന്നെ ക്വാസി ഗ്രൂപ്പ് എന്താണെന്നും ഇത്രയും കാര്യങ്ങളാണെന്ത് നമ്മളെ ഫസ്റ്റ് ടോപ്പിക്കിൽ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ് നമ്മൾ. നെക്സ്റ്റ് ടോപ്പിക്ക് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളാം. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സാമൂഹിക ശ്രേണീകരണം. സാമൂഹിക ശ്രേണീകരണം, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സാമൂഹിക ശ്രേണീകരണം. Then what is social stratification? Social stratification refers to structural inequalities between different groupings of people. ഓക്കെ, എന്താണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? അതായത് ഒരു സമൂഹത്തിലെ വ്യത്യസ്ത ഗ്രൂപ്പുകൾക്കിടയിൽ അല്ലെങ്കിൽ വ്യത്യസ്ത ഗ്രൂപ്പിലെ ജനങ്ങൾ തമ്മിലുള്ള ഘടനാപരമായ അസമത്വത്തെയാണെന്ന് പറയുന്നത് സാമൂഹിക ശ്രേണീകരണം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് വ്യത്യസ്ത ഗ്രൂപ്പിലെ ജനങ്ങൾ തമ്മിലുള്ള ഘടനാപരമായ അസമത്വത്തെയാണെന്ന് പറയുന്നത് സാമൂഹിക ശ്രേണീകരണം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ എന്താണ് സമൂഹത്തെ എന്ത് ചെയ്യാണ്, വ്യത്യസ്ത തട്ടുകളാക്കി തിരിക്കുകയാണ്. സ്ട്രാറ്റാസ്, തട്ടുകളാക്കി തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ തട്ടുകളാക്കി തിരിക്കുന്ന സമയത്ത് ഏറ്റവും ഉയർന്ന തട്ടുള്ളവന് കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടുന്നു, തൊട്ട് താഴെയുള്ളവന് അത്രത്തോളം ഉണ്ടാവില്ല, ഏറ്റവും താഴെയുള്ളവന് ആനുകൂല്യങ്ങൾ തീരെ കുറവായിരിക്കും. ഓക്കെ, അങ്ങനെ സമൂഹത്തെ വ്യത്യസ്ത തട്ടുകളാക്കി മാറ്റുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ നിലനിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവിടെ ഘടനാപരമായ സ്ട്രക്ചറൽ ഇനീക്വാലിറ്റീസ്, ഘടനാപരമായ അസമത്വമാണ് അവിടെ നിലനിൽക്കുന്നത് ഓരോ സമൂഹത്തിലും. ഇപ്പം നമ്മൾ ഇന്ത്യയിൽ നോക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ഇത്തരത്തിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, വൺ ഓഫ് ദി ഫോം ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഇൻ ഇന്ത്യൻ സൊസൈറ്റി ദറ്റ് ഈസ് കാസ്റ്റ് സിസ്റ്റം. ഇന്ത്യൻ സമൂഹത്തിലെ സാമൂഹ്യ ശ്രേണീകരണത്തിന് ഒരു രൂപമായിരുന്നു ഇത് കാസ്റ്റ് എന്ന് പറയുന്നത്. ജാതി വ്യവസ്ഥ. ജാതി വ്യവസ്ഥയിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് അവിടെ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര ഇങ്ങനെ തട്ടുകളാക്കി തിരിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ അത് ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിട്ടുള്ള സാമൂഹിക സമത്വത്തിൻ്റെ ഒരു രൂപം കൂടിയായിരുന്നു ഈ കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിൽ സാമൂഹ്യ ശ്രേണീകരണം എന്ന് പറയുന്നത് വ്യത്യസ്ത ഗ്രൂപ്പിലെ ജനങ്ങൾ തമ്മിലുള്ള ഘടനാപരമായിട്ടുള്ള അസമത്വം. ഓക്കെ, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ റെഫേഴ്സ് ടു സ്ട്രക്ചറൽ ഇനീക്വാലിറ്റീസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഗ്രൂപ്പിംഗ്സ് ഓഫ് പീപ്പിൾ. അതായത് ഒരു സമൂഹത്തിലെ ജനങ്ങളെ വ്യത്യസ്ത തട്ടുകളാക്കി തിരിക്കുന്നതിനെയാണിത് സാമൂഹ്യ ശ്രേണീകരണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സമൂഹത്തിൽ നിൽക്കുന്ന അസമത്വത്തിൻ്റെ ഒരു രൂപം കൂടിയാണ് ഇത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. Okay, then society can be seen as consisting of strata in a hierarchy. Okay, then more favored at the top and less privileged near the bottom. Okay, ഇവിടെ ചെയ്യുന്ന സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ മീൻസ് സൊസൈറ്റി ക്യാൻ ബി സീൻ ആസ് കൺസിസ്റ്റിംഗ് ഓഫ് സ്ട്രാറ്റാസ് ഇൻ എ ഹൈറാർക്കി. ഓക്കെ, സമൂഹത്തെ വ്യത്യസ്ത തട്ടുകളാക്കി തിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് സാമൂഹിക ശ്രേണീകരണത്തിൽ ചെയ്യുന്നത്. സമൂഹത്തെ വ്യത്യസ്ത തട്ടുകളാക്കി തിരിക്കുന്നു. ഓക്കെ, ദെൻ ദാറ്റ് സ്ട്രാറ്റാസ് ആർ മോർ ഫേവേർഡ് അറ്റ് ദ ടോപ്പ്.
ഓക്കെ, അതായത് ഏറ്റവും ഉയർന്ന തട്ടുള്ളവൻ എന്ത് കിട്ടും, അവന് അനുകൂലമായിരിക്കും എന്ത്, സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളും. ഓക്കെ, ആൻഡ് ലെസ് പ്രിവിലേജ്ഡ് നിയർ ദി ബോട്ടം, ഏറ്റവും താഴെ ഉള്ളവന് എന്ത് കുറവായിരിക്കും, ആനുകൂല്യങ്ങളും അല്ലേ, അവന് എന്താണ് അവസരങ്ങളും അവകാശങ്ങളും അവന് കുറവായിരിക്കും. പക്ഷേ ഈ എപ്പോഴും എന്താണ് മുകളിലുള്ളവന്, ഇപ്പം ജാതി വ്യവസ്ഥയിൽ എല്ലാ അവകാശങ്ങളും എല്ലാ അധികാരങ്ങളും ആർക്കായിരുന്നുണ്ട്, സവർണ ജാതിക്കാരനായിരുന്നു ഉണ്ടായിരുന്നത്. ഏറ്റവും താഴെ ഉണ്ടായിരുന്ന ശൂദ്ര വിഭാഗങ്ങൾക്ക് അധികാരങ്ങളും അവകാശങ്ങളും ഇവയൊക്കെ എന്തായിരുന്നു, കുറവായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെ പ്രത്യേകത. ദാറ്റ് ഈസ് മോർ ഫേവേർഡ് അറ്റ് ദ ടോപ്പ് ആൻഡ് ലെസ് പ്രിവിലേജ്ഡ് നിയർ ദി ബോട്ടം. ഓക്കെ, ഏറ്റവും എന്താണ് ഉയർന്ന തട്ടുള്ളവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിരിക്കും ഈ വ്യവസ്ഥ. താഴെ തട്ടുള്ളവന് യാതൊരുവിധ എന്താണ് അവകാശങ്ങളോ അല്ലെ അധികാരങ്ങളോ ഉണ്ടായിരിക്കില്ല. അതാണ് ഈ സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ പ്രത്യേകത, സമൂഹത്തെ വ്യത്യസ്ത തട്ടുകളാക്കി തിരിക്കുന്ന സമയത്തുള്ള പ്രത്യേകത. ഓക്കെ, ദെൻ stratification plays a crucial role in the organization of the society. Okay, that means in every society there exists a certain type of social stratification. എല്ലാ സമൂഹത്തിലും ഈ ഏതെങ്കിലും തരത്തിലൊരു സാമൂഹിക ശ്രേണീകരണം നിലനിൽക്കും. ഓക്കെ, അപ്പോൾ ആ സാമൂഹിക ശ്രേണീകരണത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ആ സമൂഹത്തിൻ്റെ ഘടന നിശ്ചയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ആര് വഹിക്കുന്നുണ്ട്, ആ സാമൂഹിക ശ്രേണീകരണത്തിൻ്റെ രൂപം വഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഘടനയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ കാസ്റ്റ് സിസ്റ്റമാണ്. കാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ പ്രത്യേകതയാണ്. കാരണം ഇന്ത്യയിലെ ഗ്രാമങ്ങളിലൊക്കെ എന്താണ് ഭൂരിപക്ഷ മേഖലയിലും കാസ്റ്റിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യൻ സമൂഹത്തെ വിലയിരുത്താൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹത്തെ പഠനവിധേയമാക്കാൻ സാധിക്കില്ല. കാരണം അത്രയും ആഴത്തിൽ ഇന്ത്യയിൽ ജാതി വ്യവസ്ഥയ്ക്ക് എന്തുണ്ട്, വേരോട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദി ഓർഗനൈസേഷൻ ഓഫ് സൊസൈറ്റി. ഒരു സമൂഹത്തിൻ്റെ സംഘാടനത്തിൽ സാമൂഹ്യ ശ്രേണീകരണത്തിന് വലിയ പങ്ക് വഹിക്കാൻ സാധിക്കുമെന്നാണ്, അല്ലെങ്കിൽ വലിയ പങ്കുണ്ടെന്നാണ് അവർ പറയുന്നത്, സോഷ്യോളജിസ്റ്റുകൾ പറയുന്നത്. Okay, then every individual and every household in society are affected by social stratification. ഒരു സമൂഹത്തിലെ എല്ലാ വ്യക്തികളെയും എല്ലാ കുടുംബങ്ങളെയും ആര് സ്വാധീനിക്കുന്നുണ്ട്, ആര് ബാധിക്കുന്നുണ്ട് ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. ആർക്കും അതിൻ്റെ അകത്ത് മാറി നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ യൂറോപ്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെ രൂപമാണ് ഇത് ക്ലാസ് സിസ്റ്റം എന്ന് പറയുന്നത്, വർഗ സമ്പ്രദായം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടുത്തെ എന്താണ് ഓരോ വ്യക്തിയും, യൂറോപ്യൻ സമൂഹത്തിലെ ഓരോ വ്യക്തിയും ആ വ്യവസ്ഥയുടെ ഭാഗമാണ്. അവൻ ഒന്നെങ്കിൽ ഉയർന്ന വർഗ്ഗത്തിൽപ്പെട്ടതോ അല്ലെങ്കിൽ ഇടത്തരം വർഗ്ഗത്തിൽപ്പെട്ടതോ അല്ലെങ്കിൽ താഴ്ന്ന വർഗ്ഗത്തിൽപ്പെട്ടവരായിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് എന്താണ് വർഗ്ഗവ്യവസ്ഥയിൽ നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അയാൾക്ക് മാറി നിൽക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ എന്താണ് ഒരു കാലത്ത് അത് തന്നെയായിരുന്ന അവസ്ഥ. അപ്പം ഞാൻ ജാതി വ്യവസ്ഥയിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എന്താണ് ഒരു താഴ്ന്ന ജാതിക്കാരനോ ഉയർന്ന ജാതിക്കാരനോ മാറി നിൽക്കാൻ സാധിക്കില്ല. അങ്ങനെ മാറി നിന്ന് കഴിഞ്ഞാൽ അവനെ സമൂഹത്തിൽ എന്ത് ചെയ്യും, ഒറ്റപ്പെടുത്തുക അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാ വ്യക്തികളെയും എല്ലാ കുടുംബത്തെയും ആര് സ്വാധീനിക്കുന്നുണ്ട്, ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ സ്വാധീനിക്കുന്നത്. അതും സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നതാണ്. ഓക്കെ, ദെൻ four basic system of social stratification in the society, that is slavery, caste, estate and class. ഓക്കെ, ഇതുവരെ ലോകത്ത് നിലനിന്നിട്ടുള്ള സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ പ്രധാനമായിട്ടും 4 സിസ്റ്റത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഓക്കെ, അതായത് 4 ബേസിക് സിസ്റ്റം ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ. ഓക്കെ, അതായത് അടിസ്ഥാനപരമായിട്ട് 4 വ്യവസ്ഥിതികളെ അടിസ്ഥാനമാക്കിയിട്ടാണിത് ഇതുവരെയുള്ള ലോകക്രമത്തിൽ സാമൂഹിക ശ്രേണീകരണം നിലനിന്നിട്ടുള്ളത്. അതായത് നിങ്ങൾ ഈ ലോക സമൂഹത്തിൽ നോക്കുന്ന സമയത്ത് ഈ 4 തരത്തിലുള്ള സാമൂഹിക ശ്രേണീകരണങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുന്ന സമയത്ത് അവിടെ എന്തുണ്ട്, കാസ്റ്റ് സിസ്റ്റം ഉണ്ട്. യൂറോപ്പിൽ നോക്കുന്ന സമയത്ത് അവിടെ ക്ലാസ് സിസ്റ്റമാണ്. ഓക്കെ, യൂറോപ്പിൻ്റെ ഒരു കോണിൽ ഒരു കാലത്തുണ്ടായിരുന്ന സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആയിരുന്നു ഇത് എസ്റ്റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ആഫ്രിക്ക, അതുപോലെ തന്നെ യൂറോപ്പിലുണ്ടായിരുന്ന മറ്റൊരു വ്യവസ്ഥയാണ് സ്ലേവറി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അടിമത്തം, അതുപോലെ തന്നെ ജാതി വ്യവസ്ഥ, അതുപോലെ തന്നെ എസ്റ്റേറ്റ് സമ്പ്രദായം, അതുപോലെ തന്നെ വർഗവ്യവസ്ഥ, ഇങ്ങനെ 4 തരത്തിലുള്ള സാമൂഹ്യ ശ്രേണീകരണങ്ങളാണ് ഇതുവരെയുള്ള ലോകത്ത് നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് സാമൂഹിക ശ്രേണീകരണത്തിന് പ്രധാനമായിട്ടും 4 രൂപങ്ങളാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ 4 രൂപങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് സ്ലേവറി എന്ന് പറഞ്ഞാൽ അടിമത്ത വ്യവസ്ഥ. രണ്ടാമത്തത് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ. ദെൻ
തേർഡ് എസ്റ്റേറ്റ് സിസ്റ്റം, എസ്റ്റേറ്റ് സമ്പ്രദായം. ദെൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ വർഗ സമ്പ്രദായം. ഓക്കെ, ഇങ്ങനെ 4 രൂപത്തിലാണ് നമുക്കെന്ത് കാണാൻ സാധിക്കുന്നത്, സമൂഹത്തിൽ ശ്രേണീകരണം കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ 4 രൂപങ്ങളെന്നാണ് നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത്. ഫസ്റ്റ് വൺ, സ്ലേവറി സിസ്റ്റം, അടിമത്ത വ്യവസ്ഥ. ഓക്കെ, അടിമത്ത വ്യവസ്ഥ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ പിക്ചറിൽ കാണാൻ സാധിക്കുന്നത് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു അടിമയുടെ ബോഡിയാണ്. ഓക്കെ, ഉടമ അദ്ദേഹത്തെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചതിൻ്റെ ഭാഗമായിട്ട് തൊലി എടുത്തു പോയതാണ്. ചാട്ടവാറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അന്ന് മർദ്ദിക്കുന്ന ഒരു രീതി ആ കാലത്തുണ്ടായിരുന്നു. ഓക്കെ, അപ്പം എന്താണ് ഈ സ്ലേവറി സിസ്റ്റം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സ്ലേവറി ഈസ് എൻ എക്സ്ട്രീം ഫോം ഓഫ് ഇനീക്വാലിറ്റി. ഓക്കെ, അതായത് അസമത്വത്തിൻ്റെ ഏറ്റവും തീവ്രമായ രൂപമാണ് ഇത് അടിമത്ത വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ. ഓക്കെ, എന്താണ് അസമത്വത്തിൻ്റെ ഏറ്റവും തീവ്രമായ വ്യവസ്ഥയാണ് ഇത്, തീവ്രമായ രൂപമാണ് ഇത് ഈ അടിമത്തം എന്ന് പറയുന്നത്. അതായത് അസമത്വത്തിന് എത്രത്തോളം പോകാൻ സാധിക്കുമോ അതിൻ്റെ ഏറ്റവും ഉയർന്ന രൂപം. ഓക്കെ, അതായത് സാമൂഹിക അസമത്വത്തിൻ്റെ അല്ലെങ്കിൽ അസമത്വത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപം അല്ലെങ്കിൽ ഏറ്റവും തീവ്രമായ രൂപമാണ് ഇത് ഈ സ്ലേവറി അടിമത്വം എന്ന് പറയുന്നത്. അസമത്വത്തിൻ്റെ ഏറ്റവും തീവ്രമായ രൂപം, അതായത് അസമത്വത്തിന് എത്രത്തോളം തീവ്രമാകാൻ സാധിക്കുമോ അത്രയും തീവ്രമായ ഒരു രൂപമാണ് ഇത് സ്ലേവറി സിസ്റ്റം. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ എല്ലാ സമൂഹത്തിൽ നിന്ന് ഈ സിസ്റ്റത്തെ തുടച്ചു നീക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പം എന്താണ് സ്ലേവറി സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഇൻ വിച്ച് സം ഇൻഡിവിജ്വൽസ് ആർ ലിറ്ററലി ഓൺഡ് ബൈ അതേഴ്സ്. ഓക്കെ, അതായത് ചില വ്യക്തികൾ മറ്റുള്ള വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള വ്യവസ്ഥിതിയാണ് ഇത് അടിമത്ത വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണ് ജസ്റ്റ് നോട്ട് ചെയ്യിച്ചുള്ള അതായത് ചില വ്യക്തികൾ മറ്റുള്ളവരുടെ ഉടമസ്ഥതയിലുള്ള വ്യവസ്ഥിതിയാണ് ഇത് അടിമത്ത വ്യവസ്ഥ എന്നാൽ. അതായത് നിങ്ങൾക്കിപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ബൈക്കോ കാറോ അല്ലെങ്കിൽ അവയൊക്കെ നിങ്ങളുടെ ഉടമസ്ഥയില്ല. അതേ രീതിയിൽ നിങ്ങൾക്ക് ഈ സിസ്റ്റത്തിൽ വ്യക്തികളെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് അത്തരത്തിൽ വാങ്ങാൻ സാധിക്കുമായിരുന്നു. നിങ്ങൾക്കൊരു ബൈക്ക് വാങ്ങുന്ന പോലെ ഒരു കാറ് വാങ്ങുന്ന പോലെ വ്യക്തികളെയും ഈ സ്ലേവറി മാർക്കറ്റുകളുണ്ടായിരുന്നു, അടിമച്ചന്തകളുണ്ടായിരുന്നു. അവിടെ പോയിട്ട് എന്ത് ചെയ്യാം, ഒന്നിനെ ഒരു അടിമയങ്ങ് വാങ്ങാം. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യിക്കാൻ പറ്റുന്നോ അതൊക്കെ നിങ്ങൾക്ക് ആ അടിമയെ കൊണ്ട് എന്ത് ചെയ്യിക്കാൻ സാധിക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ വ്യക്തികൾ മറ്റുള്ളവരുടെ ഉടമസ്ഥതയിലുള്ള വ്യവസ്ഥിതിയാണ് ഈ സ്ലേവറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അതായത് ഒരു വ്യക്തിക്ക് അവൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യവും അവകാശങ്ങളൊക്കെ ഉണ്ട് ഇന്നത്തെ കാലത്ത് പക്ഷേ ഈ വ്യവസ്ഥയിൽ അതൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു വാഹനമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉപകരണവും വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണേൽ ചെയ്യാതെ. ഓക്കെ, ആ സിസ്റ്റമായിരുന്നു, അത്തരത്തിലുള്ളൊരു വ്യവസ്ഥയായിരുന്നു ഈ സ്ലേവറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചതാണ്. ഓക്കെ, അപ്പം ഈ വ്യവസ്ഥ നിലനിന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് ആൻഷ്യൻ്റ് ഗ്രീസ് ആൻഡ് റോം. ഓക്കെ, പുരാതന ഗ്രീസിലും അതുപോലെ തന്നെ റോമിലും ഏത് സിസ്റ്റം ഉണ്ടായിരുന്നു? സ്ലേവറി സിസ്റ്റം ഉണ്ടായിരുന്നു. ദെൻ സദേൺ സ്റ്റേറ്റ്സ് ഓഫ് USA ഇൻ ദി 18th and 19th century. ഓക്കെ, അതായത് അതായത് അമേരിക്കയുടെ ഈ സദേൺ സ്റ്റേറ്റ്സുകളിൽ ദക്ഷിണ സ്റ്റേറ്റുകളിൽ ഏത് സിസ്റ്റം ഉണ്ടായിരുന്നു? 18ാം നൂറ്റാണ്ടിലും 19ാം നൂറ്റാണ്ടിലുമൊക്കെ ഏത് സിസ്റ്റം ഉണ്ടായിരുന്നു? അടിമത്ത വ്യവസ്ഥ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ഈ അടിമത്ത വ്യവസ്ഥ എന്ന് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഓക്കെ, അസമത്വത്തിൻ്റെ ഏറ്റവും തീവ്രമായ രൂപമാണ് ഇത് സ്ലേവറി സിസ്റ്റം. ഓക്കെ, ഇറ്റ് ഈസ് എൻ എക്സ്ട്രീം ഫോം ഓഫ് ഇനീക്വാലിറ്റി ദെൻ ഇൻ വിച്ച് സം ഇൻഡിവിജ്വൽസ് ആർ ലിറ്ററലി ഓൺഡ് ബൈ അതേഴ്സ്. ഓക്കെ, വ്യക്തികൾ മറ്റുള്ളവരുടെ ഉടമസ്ഥതയിലുള്ള വ്യവസ്ഥിതിയാണ് ഇത് അടിമത്ത വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇത് നിലനിന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ആൻഷ്യൻ്റ് ഗ്രീസ് ആൻഡ് റോം, ദെൻ സദേൺ സ്റ്റേറ്റ്സ് ഓഫ് USA. ഓക്കെ, ഇൻ 18th and 19th century. ഓക്കെ, അപ്പോൾ എന്താണ് സ്ലേവറി സിസ്റ്റം? അതായത് സാമൂഹിക ശ്രേണീകരണത്തിൻ്റെ ഒരു രൂപമാണ് ഈ സ്ലേവറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഒരു രൂപം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും തീവ്രമായ രൂപമാണ് സ്ലേവറി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കാസ്റ്റ് സിസ്റ്റം. One of the another form of social stratification, that is caste system. Okay, caste is an Indian phenomena. Okay, ഒരു ഇന്ത്യൻ പ്രതിഭാസമാണ്
കാസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യൻ സമൂഹത്തിൽ മാത്രം കാണാൻ സാധിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് ഇത് ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത്. സോ വി ക്യാൻ കാൾഡ് ഇറ്റ് ഈസ് എൻ ഇന്ത്യൻ ഫിനോമിന. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഒരു ഇന്ത്യൻ പ്രതിഭാസം എന്നാണ് എന്തിനെ വിളിക്കാറ്, ജാതി വ്യവസ്ഥയെ വിളിക്കാറ്. ഓക്കെ, അപ്പോൾ എന്താണ് കാസ്റ്റ് സിസ്റ്റം എന്ന് നോക്കാം. In caste system, individual's position totally depends upon the status attributed or ascribed by birth rather than achieved. ഓക്കെ, അതായത് ഈ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത, ഈ വ്യവസ്ഥിതിയിൽ ഒരു വ്യക്തിയുടെ പദവി ജന്മന ലഭിക്കുന്നതാണ്, മറിച്ച് അവൻ്റെ നേട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ലഭിക്കുന്നത്. ഓക്കെ, കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകതയാണ്. ജാതി വ്യവസ്ഥയിൽ ഒരു വ്യക്തിയുടെ പദവി അവന് ജന്മന ലഭിക്കുന്നതാണ്, മറിച്ച് അവൻ നേടിയെടുക്കുന്നതല്ല. അതാണ് കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതായത് നിങ്ങളിപ്പോൾ എന്താണ്, ഏറ്റവും സമ്പന്നനായ ഒരു വ്യക്തിയാണ്. ഓക്കെ, പക്ഷേ നിങ്ങൾ ഏറ്റവും താഴ്ന്ന ഒരു ജാതിയിൽ ജനിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും താഴ്ന്ന പദവിയാണ് ജാതി വ്യവസ്ഥയിൽ കിട്ടുക. ഓക്കെ, അപ്പം നിങ്ങൾ ജനിക്കുന്ന സമയത്ത് നിങ്ങളെ കാസ്റ്റ് ഏതാണോ ആ കാസ്റ്റിന് എന്താണോ സമൂഹത്തിൽ പദവിയുള്ളത് ആ പദവിയാണ് നിങ്ങൾക്ക് അവിടെ കിട്ടുക, ജാതി വ്യവസ്ഥയിൽ കിട്ടുക. മറിച്ച് നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത ഒരു ബ്രാഹ്മണനാണ് നിൽക്കുക. ഓക്കെ, അപ്പം പക്ഷേ നിങ്ങൾക്ക് എന്താണ്, ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് കാസ്റ്റ് സിസ്റ്റത്തിൽ ഉണ്ടാവുക, നിങ്ങൾ ബ്രാഹ്മണനായതുകൊണ്ട്. ഓക്കെ, സമ്പത്തൊന്നുമില്ല. ഓക്കെ, ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ നിങ്ങൾക്ക് വകയില്ലെങ്കിലും നിങ്ങൾക്ക് ഉയർന്ന സ്ഥാനമാണ്. ഓക്കെ, അപ്പോൾ ഈ കാസ്റ്റ് സിസ്റ്റത്തിന് പ്രത്യേകത, ഇൻഡിവിജ്വൽസ് പൊസിഷൻ ടോട്ടലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സ്റ്റാറ്റസ് ആട്രിബ്യൂട്ട്സ് എസ്ക്രൈബ്ഡ് ബൈ ബർത്ത് റാദർ ദാൻ അച്ചീവ്ഡ്. ഓക്കെ, അപ്പം എന്താണ്, ഇവിടെ ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തിയുടെ പദവി നിശ്ചയിച്ചിരിക്കുന്നത്, മറിച്ച് എന്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, നേട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ല. അതാണ് കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. ഓക്കെ, അതായത് ഇറ്റ് ഈസ് ഡിസൈഡഡ് ബൈ ഓൺ ദ ബേസ് ഓഫ് ബർത്ത്. ഓക്കെ, ജന്മം കൊണ്ട് നിർണ്ണയിക്കപ്പെടുന്ന ഒരു വ്യവസ്ഥിതിയാണ് ഇത് കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, then the traditional system is generally conceptualized in terms of the fourfold varna or jati. Okay, then the previous form of caste system is varna system. Okay, ജാതി വ്യവസ്ഥയുടെ എന്നാണ് മുൻപുണ്ടായിരുന്ന രൂപം എന്ന് പറയുന്നത് വർണ്ണ വ്യവസ്ഥയാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ ഫോർഫോൾഡ് സിസ്റ്റം. ഓക്കെ, ഇതിന് 4 മടക്കുകൾ അല്ലെങ്കിൽ എന്താണ്, ഈ വർണ്ണ സിസ്റ്റം കൺസിസ്റ്റ് 4 വർണ്ണാസ്. ഓക്കെ, വർണ്ണ വ്യവസ്ഥയിൽ പ്രധാനമായിട്ട് 4 വർണ്ണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ദേ ആർ ബ്രാഹ്മണ ദെൻ ക്ഷത്രിയ, വൈശ്യ ആൻഡ് ശൂദ്ര. ഓക്കെ, ദെൻ 5th വൺ ദാറ്റ് ഈസ് പഞ്ചമാസ്. ഓക്കെ, അവരെ 5ാമത്തെ ഒരു വിഭാഗം കൂടി ഉണ്ട്, പക്ഷേ അവരെ ജാതിയിൽ ഉൾപ്പെടുത്താറില്ല, ജാതിക്ക് പുറത്തുള്ളവരാണ്. ഓക്കെ, അപ്പം ഈ ജാതി വ്യവസ്ഥയുടെ ആദ്യത്തെ രൂപം എന്ന് പറയുന്നത് വർണ്ണ വ്യവസ്ഥയാണ്. ഓക്കെ, then some of the historians and some of the scholars says that the caste system is emerged from varna system. ഓക്കെ, വർണ്ണ സിസ്റ്റത്തിൽ നിന്നാണ് ജാതി വ്യവസ്ഥ ഉണ്ടായതെന്നാണ് ഒരു വിഭാഗം ചിന്തകർ പറയുന്നത്. ആ വർണ്ണ വ്യവസ്ഥയിൽ പ്രധാനമായിട്ടും 4 വർണ്ണങ്ങളാണ് ഉണ്ടായിരുന്നത്. അവ ആരൊക്കെയാണെന്ന് വെച്ചാൽ ആരൊക്കെയാണ്, ഒന്ന് ബ്രാഹ്മണ, ദെൻ ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ഓക്കെ, വർണ്ണ വ്യവസ്ഥ എന്താണ്, നിറത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രൂപം കൊണ്ടതെന്നും തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലാണ് രൂപം കൊണ്ടതെന്നും പറയപ്പെടുന്നുണ്ട്. നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന് വെളുത്ത നിറം, ദെൻ ക്ഷത്രിയ റെഡ് ചുവപ്പ് നിറം, ദെൻ വൈശ്യ മഞ്ഞ നിറം, ശൂദ്ര കറുപ്പ് നിറം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വ്യവസ്ഥ രൂപം കൊണ്ടത്. അതുകൊണ്ട് അതിനെ വർണ്ണ വ്യവസ്ഥ എന്ന് വിളിച്ചെന്ന് പറയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ പറയപ്പെടുന്ന മറ്റൊരു ചിന്താഗതി, ഇത് ജോലിയുടെ അടിസ്ഥാനത്തിലാണ് ഡെവലപ്പ് ചെയ്തത്. അതായത് ബ്രാഹ്മൺസിന് പ്രീസ്റ്റ്, അതായത് പുരോഹിതരാണ്, ദെൻ ക്ഷത്രിയ വാരിയസ് യോദ്ധാക്കളാണ്, ദെൻ വൈശ്യ ദേ ആർ മർച്ചൻസ് ആൻഡ് പെസൻസ്, അവർ കർഷകരും അതുപോലെ തന്നെ കച്ചവടക്കാരുമാണ്. ദെൻ ശൂദ്രാസ് ദേ ആർ സെർവൻസ്, സേവകരാണ്. അപ്പോൾ ജോലിയുടെ അടിസ്ഥാനത്തിലാണ് ഈ 4 വിഭാഗം ഉണ്ടായെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ വർണ്ണ സിസ്റ്റം നിന്നാണ് എന്തുണ്ടായിട്ടുള്ളത്, കാസ്റ്റ് സിസ്റ്റം ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ അല്ലേ, എന്താണ്, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ഇങ്ങനെ 4 വർണ്ണങ്ങളാണ് ആദ്യം ഉണ്ടായിരുന്നത്. അത് എന്തായിട്ട് പരിണമിച്ചു, പിന്നീട് വ്യത്യസ്ത ജാതികളായിട്ട് പരിണമിച്ചു. ഓക്കെ, വർണ്ണം 4 എണ്ണമാണെങ്കിൽ ജാതികൾ ഏകദേശം 4000-ഓളം ജാതികൾ ഇന്ത്യൻ സിസ്റ്റത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഈച്ച് പൊസിഷൻ ഇൻ ദി കാസ്റ്റ് സ്ട്രക്ചർ വാസ് ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് പ്യൂരിറ്റി ഓർ പൊല്യൂഷൻ റിലേറ്റീവ് ടു അതേഴ്സ്.
ഓക്കെ, അതായത് വൺ ഓഫ് ദി ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് കാസ്റ്റ് സിസ്റ്റം, ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ. ജാതി വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഒരു തത്വം, അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളൊന്ന് പറഞ്ഞാൽ ശുദ്ധി അശുദ്ധി സങ്കല്പമാണ്. പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ എന്നുള്ള സങ്കല്പമാണ്. ഓക്കെ, അപ്പോൾ ഈ സങ്കല്പത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ജാതി വ്യവസ്ഥയിൽ ഓരോ വിഭാഗത്തെ ഉയർന്നവൻ താഴ്ന്നവൻ എന്നൊക്കെ തിരിക്കുന്നത്. ഓക്കെ, അതായത് some caste are considered as pure caste and others are untouchables. ഓക്കെ, അതായത് ഒരു വിഭാഗത്തെ ശുദ്ധജാതിക്കാരെന്നും മറ്റൊരു വിഭാഗത്തെ അശുദ്ധജാതിക്കാർ അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരെന്നാണ് കണക്കാക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ബ്രാഹ്മണ ക്ഷത്രിയ, ദേ ആർ ദ പ്യുവർ കാസ്റ്റ്. ബ്രാഹ്മണരും ക്ഷത്രിയരൊക്കെ എന്താണ് ശുദ്ധജാതിക്കാരായിട്ടാണ് പരിഗണിക്കുന്നത്. അതേസമയം എന്താണ് വൈശ്യ ശൂദ്ര ദെൻ പഞ്ചമാസ് ഇവരൊക്കെ എന്തായിട്ടാണ് പരിഗണിക്കുന്നത്? അവരൊക്കെ അശുദ്ധജാതികളായിട്ട്, അൺടച്ചബിൾസ്, അതായത് തൊട്ടുകൂടാത്തവരായിട്ടാണത് അവരൊക്കെ പരിഗണിക്കുന്നത്. അപ്പോൾ ഇവരെ രണ്ട് വിഭാഗത്തെയും വേർതിരിച്ച് നിർത്തുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ എന്നുള്ള കൺസെപ്റ്റാണ്, ശുദ്ധി അശുദ്ധി സങ്കല്പം. ഓക്കെ, അപ്പോൾ ഈ എന്താണ് ജാതി വ്യവസ്ഥയിൽ ഈ ഈ ഇന്നിക്വാലിറ്റി അല്ലെങ്കിൽ സോഷ്യൽ ഇന്നിക്വാലിറ്റി, സാമൂഹിക അസമത്വത്തിനുള്ള കാരണം എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ, ശുദ്ധി അശുദ്ധി എന്നുള്ള സങ്കല്പം കൂടിയാണ്. ഓക്കെ, ദെൻ ദ ബ്രാഹ്മൺ priestly caste are superior to all others and the panchamas, sometimes called the outcast, are inferior to all. Okay, in caste system, Brahmin, the priestly caste, are superior to all others. ഓക്കെ, കാസ്റ്റ് സിസ്റ്റത്തിൽ ബ്രാഹ്മൺ എന്ന് പറയുന്ന വിഭാഗം, ബ്രാഹ്മണന്മാർ അവരാണെന്ത് എല്ലാവരേക്കാളും ഉയർന്നവർ. ഓക്കെ, ദെൻ പഞ്ചമാസ്, സംടൈംസ് കോൾഡ് ദ ഔട്ട്കാസ്റ്റ്. ഓക്കെ, പഞ്ചമ എന്ന് പറയും, അതായത് ശൂദ്രന്മാരെക്കാളും താഴെയുള്ളൊരു വിഭാഗമാണ് ഇത് പഞ്ചമ എന്ന് പറയുന്നത്. പഞ്ചമ, നാരശൂദ്ര, ഓക്കെ, അങ്ങനെയൊക്കെ ഇവരെ വിളിക്കാറുണ്ട്. അപ്പോൾ അവരാണ് ഏറ്റവും താഴ്ന്നവരെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവരെ പൊതുവേ എന്താണ് ജാതിയിലാണെന്ന് പോലും പരിഗണിക്കാറില്ല, ജാതിക്ക് പുറത്തുള്ളവർ, ഔട്ട്കാസ്റ്റ് എന്നാണ് ഇവരെ വിളിക്കാറ്. ഇവരെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ ഈ തോട്ടിപ്പണിയൊക്കെയാണ്, അതായത് സെപ്റ്റിക് ടാങ്കുകളൊക്കെ ക്ലീൻ ചെയ്യുക, അത്തരത്തിലുള്ള ഏറ്റവും താഴ്ന്ന ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടവരാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ജാതി വ്യവസ്ഥയിലെ ഏറ്റവും ഉയർന്നവർ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മിൺസ് ആണ്. അതിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ളവർ എന്ന് പറഞ്ഞാൽ പഞ്ചമാസ്, അല്ലെങ്കിൽ ജാതിക്ക് പുറത്തുള്ളവർ. ഇവരെയാണ് അൺടച്ചബിൾസ് എന്നാണ് ശരിക്ക് അൺടച്ചബിൾസ് ആയിട്ട് കണക്കാക്കുന്ന ആരെയാണ് നമ്മൾ ഈ പറയുന്ന ഈ പഞ്ചമാസിനെയാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ കാസ്റ്റ് സിസ്റ്റം ഈസ് വൺ ഓഫ് ദി ഫോം ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. സാമൂഹിക ശ്രേണീകരണത്തിന് മറ്റൊരു രൂപമാണ് ഇത് നമ്മൾ ഈ പറയുന്ന കാസ്റ്റ് സിസ്റ്റം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ക്ലാസ് സിസ്റ്റം. ക്ലാസ് സിസ്റ്റം, വർഗ വ്യവസ്ഥ. നോട്ട് ചെയ്തിട്ടുള്ള വർഗ വ്യവസ്ഥ. ക്ലാസ് ഈസ് എ ടിപ്പിക്കൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഫൗണ്ട് ഇൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. ഓക്കെ, അതായത് വ്യാവസായിക സമൂഹത്തിൽ കാണാൻ സാധിക്കുന്ന സാമൂഹിക ശ്രേണീകരണത്തിൻ്റെ രൂപമാണ് വർഗ വ്യവസ്ഥ. എവിടെയാണ്? വ്യാവസായിക സമൂഹത്തിൽ കാണാൻ സാധിക്കുന്ന സാമൂഹിക ശ്രേണീകരണത്തിൻ്റെ രൂപമാണ് ഇത് ക്ലാസ് സിസ്റ്റം എന്ന് പറയുന്നത്. വ്യാവസായിക സമൂഹത്തിലാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അതായത് വ്യാവസായിക സമൂഹം എന്ന് പറഞ്ഞാൽ മുതലാളിത്ത സമൂഹമൊക്കെ വ്യാവസായിക സമൂഹമാണ്. അവിടെ കാണാൻ സാധിക്കുന്ന സാമൂഹിക ശ്രേണീകരണത്തിൻ്റെ രൂപമാണ് ഇത് ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ക്ലാസ് ഈസ് എ സ്ട്രാറ്റം ഓഫ് പീപ്പിൾ ഓഫ് സിമിലർ സോഷ്യൽ പൊസിഷൻ വിത്ത് റിഗാർഡ് ടു ട്രേഡ് ഓർ കൊമേഴ്സ്. ഓക്കെ, അതായത് ക്ലാസ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരേ സാമൂഹ്യ പദവിയിലുള്ള ജനങ്ങളുടെ ഒരു കൂട്ടാണ് ഇത് ഈ വർഗം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരേ വ്യാവസായിക സമൂഹത്തിലാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഒരേ ജോലി ചെയ്യുന്നവർ. ഓക്കെ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരേ വരുമാനമുള്ളവർ, ഒരേ തൊഴിൽ ചെയ്യുന്നവർ, ഒരേ വിദ്യാഭ്യാസമുള്ളവർ, ഒരേ സമ്പത്തുള്ളവർ. ഓക്കെ, അങ്ങനെ സമൂഹത്തിൽ സമാന സ്ഥാനങ്ങളിലുള്ള ജനങ്ങളുടെ ഒരു ശ്രേണിയാണ് ഇത് സാമൂഹ്യ വർഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ജസ്റ്റ് നോട്ട് ചെയ്യിച്ചോളൂ എന്താണ് സോഷ്യൽ ക്ലാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അതായത് സമൂഹത്തിൽ സമാനമായ സ്ഥാനങ്ങളിലുള്ള ജനങ്ങളുടെ ഒരു ശ്രേണിയാണ് സാമൂഹ്യ വർഗം. ഓക്കെ, സോഷ്യൽ ക്ലാസ് ഈസ് എ സ്ട്രാറ്റം ഓഫ് പീപ്പിൾ ഓഫ് സിമിലർ social position, okay, such as income,
ഒക്കുപ്പേഷൻ, എഡ്യൂക്കേഷൻ, വെൽത്ത്, അങ്ങനെ ഒന്നുകിൽ വരുമാനത്തിൽ ഒരേ വരുമാനമുള്ളവർ. ഓക്കെ, ഇപ്പം എന്താണ് സമ്പന്നൻ, അവരെല്ലാവരും ഒരു ക്ലാസ്സിൽ വരുന്നതാണ്, ഉയർന്ന വർഗ്ഗം. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ എന്താണ് ഒക്കുപ്പേഷൻ, ഒരേ ജോലി ചെയ്യുന്നവർ. ഇപ്പം ഡോക്ടേഴ്സ് മുഴുവൻ ഒരു വർഗ്ഗത്തിലായിട്ട് കണക്കാക്കും, എൻജിനീയേഴ്സ് മുഴുവൻ ഒരു വർഗ്ഗത്തിലായിട്ട്. ഓക്കെ, ഇത് എഡ്യൂക്കേഷൻ. നിങ്ങളിപ്പോൾ എന്താണ് SSLC പാസ്സായവരാണ്, അപ്പോൾ നിങ്ങൾക്ക് ഒരു എന്താണ് വിദ്യാഭ്യാസപരമായിട്ട് നിങ്ങളൊരു വർഗ്ഗത്തിൽപ്പെട്ടവരാണ്. നിങ്ങളെക്കാൾ ഉയർന്ന വർഗ്ഗമാണ് +2 പാസ്സായവർ, നിങ്ങളെക്കാൾ താഴ്ന്ന വർഗ്ഗമാണ് SLC പാസ്സാവാത്തവർ. അപ്പോൾ അത്തരത്തിൽ ഒന്നെങ്കിൽ വരുമാനത്തിൻ്റെ അല്ലെങ്കിൽ തൊഴിലിൻ്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ സമ്പത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ എന്താണ് സമാന അവസ്ഥയിലുള്ളവരെയാണിത് ഒരു വർഗ്ഗമെന്ന് വിളിക്കുന്നത്. അതായത് സമൂഹത്തിൽ സമാനമായ സ്ഥാനങ്ങളിലുള്ള ജനങ്ങളുടെ ഒരു ശ്രേണിയാണ് ഇത് സാമൂഹ്യ വർഗ്ഗമെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സോഷ്യൽ ക്ലാസ് എന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചോളാം. ദെൻ in a class, a person's social status is based on his or her achievements. അതായത് വർഗ്ഗവ്യവസ്ഥയിൽ ഒരു വ്യക്തിയുടെ സ്ഥാനം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നേട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ഒരു വ്യക്തിയുടെ നേട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണിത് ആ വ്യക്തിയുടെ സ്ഥാനം എവിടെ നിശ്ചയിക്കപ്പെടുന്നത്, വർഗ്ഗവ്യവസ്ഥയിൽ നിശ്ചയിക്കപ്പെടുന്നത്. ഇപ്പം കാസ്റ്റ് സിസ്റ്റത്തിൽ ജന്മനാണ് സ്റ്റാറ്റസ്, അതായത് എസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആണ് എവിടെ ചുമത്തപ്പെട്ട പദവിയാണ് കാസ്റ്റ് സിസ്റ്റത്തിൽ ജാതി വ്യവസ്ഥയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നേട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് നിങ്ങൾ ജനിക്കുന്ന സമയത്ത് ഏറ്റവും താഴേക്കിടയിലുള്ള ഒരാളാണെന്നൊക്കെ, ഏറ്റവും ജാതീയപരമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരാളാണ്. പക്ഷേ നിങ്ങൾ നല്ലൊരു വിദ്യാഭ്യാസം നേടിയിട്ട് നല്ല ജോലി നേടിയിട്ട് നല്ല വരുമാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ക്ലാസ് സിസ്റ്റത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏറ്റവും ഉയർന്ന ക്ലാസ്സിലേക്ക് പോകാം. അതാണ് പ്രത്യേകത. അപ്പോൾ ഇവിടെ ഒരു വ്യക്തിയുടെ സ്ഥാനം നിശ്ചയിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അദ്ദേഹത്തിൻ്റെ നേട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദെൻ stratification on the basis of class is not depend on birth, but it is depend on status. Achievements. That is means profession, ability, skill, education, സയൻസ്. അപ്പം ഈ വർഗ്ഗവ്യവസ്ഥയിൽ ഒരു വ്യക്തിയുടെ സ്ഥാനം നിശ്ചയിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, മറിച്ച് നേട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒന്നെങ്കിൽ ജോലിയുടെയോ അല്ലെങ്കിൽ കഴിവിൻ്റെയോ നൈപുണികളുടെയോ വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണിത് ഇവിടെ നിശ്ചയിക്കുന്നത്, സ്ഥാനം നിശ്ചയിക്കുന്നത്. ദെൻ ക്ലാസ് ഈസ് എൻ ഓപ്പൺ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ വർഗ്ഗവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു തുറന്ന സ്ഥാപനമാണ്, അല്ലെങ്കിൽ ഒരു തുറന്ന വ്യവസ്ഥയാണ് ഇത് ഈ ക്ലാസ് സിസ്റ്റം എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം കാസ്റ്റ് ഈസ് എ ക്ലോസ്ഡ് സിസ്റ്റം. കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ്, അത് ക്ലോസ്ഡ് സിസ്റ്റമാണ്. അവിടെ ഒരു കാര്യങ്ങളൊക്കെ ഫിക്സഡ് ആണ്. അതായത് ബ്രാഹ്മണൻ അവന് സമ്പത്തില്ലെങ്കിലും സമ്പത്തുണ്ടെങ്കിലൊക്കെ അവനൊരു സ്ഥാനമാണ്. ഇവിടെ അങ്ങനെയല്ല, ഓരോ വ്യക്തിക്കും അയാളുടെ സമ്പത്ത് കൂടുന്നതിനനുസരിച്ച് അയാൾ അതായത് മുകളിലത്തെ തട്ടിലേക്ക് പോകും, സമ്പത്ത് കുറയുന്നതിനനുസരിച്ച് താഴോട്ടും പോകും. അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വിദ്യാഭ്യാസം കൂടുന്നതിനനുസരിച്ച് മുകളിലോട്ട് പോകും, വിദ്യാഭ്യാസം കുറവാണെങ്കിൽ താഴെത്തട്ടിലേക്ക്. കാസ്റ്റിൽ അതില്ല. കാസ്റ്റിൽ ബ്രാഹ്മണനാണെങ്കിൽ അയാൾക്ക് സമ്പത്തില്ലെങ്കിലും വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ബ്രാഹ്മണനാണെങ്കിൽ അയാൾക്ക് ഉയർന്ന സ്ഥാനമാണ്. ശൂദ്രനാണെങ്കിൽ അയാൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും സമ്പത്തുണ്ടായിട്ടും കാര്യമില്ല, അയാൾക്ക് താഴ്ന്ന സ്ഥാനമാണ്. അപ്പം അത്തരം പ്രത്യേകതകൾ എന്തിനുണ്ട്, ഈ ക്ലാസ് സിസ്റ്റത്തിനുണ്ട്. ദെൻ ക്ലാസ് ഈസ് എൻ ഓപ്പൺ സിസ്റ്റം. അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്തായിട്ട് കണക്കാക്കുന്നുണ്ട്, ഒരു തുറന്ന വ്യവസ്ഥയായിട്ടാണ് എന്തിനെ കണക്കാക്കുന്നത്, ക്ലാസ് സിസ്റ്റത്തെ കണക്കാക്കുന്നത്. ദെൻ an individual can change his or her class and acquire high status in social stratification. അതായത് ഇതിനെ ഓപ്പൺ സിസ്റ്റം എന്ന് പറയാനുള്ള മറ്റൊരു കാരണം പറയുന്നത് ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അവൻ്റെ വർഗം മാറാൻ സാധിക്കും. അതേപോലെ തന്നെയോ അവന് സമൂഹത്തിലെ ഒരു ഉയർന്ന വർഗത്തിലേക്ക് എത്തിപ്പെടാനുള്ള അവസരം എവിടെ ഉണ്ട്, വർഗ്ഗവ്യവസ്ഥയിൽ വ്യക്തികൾക്കുണ്ട്. ജാതി വ്യവസ്ഥയിൽ അതില്ല. ജന്മന ലഭിക്കുന്നതാണ് ജാതി, അതിൽ മാറ്റം വരുത്താൻ സാധിക്കും. പക്ഷേ ഇവിടെ എന്ത് ചെയ്യാൻ സാധിക്കും, വർഗത്തിൽ മാറ്റം വരുത്താൻ സാധിക്കും. ദെൻ കൈൻഡ് ഓഫ് ക്ലാസ്, ഹയർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ്, അഗ്രികൾച്ചർ ക്ലാസ്. അപ്പോൾ ഇതൊക്കെ എന്താണ് ക്ലാസ്സുകൾക്ക് ഉദാഹരണമാണ്. ഉയർന്ന വർഗം, മധ്യവർഗം, താഴ്ന്ന വർഗം, കർഷക വർഗം, ഇതൊക്കെ എന്തിനു ഉദാഹരണമാണ്, നമ്മൾ ഈ പറയുന്ന ഈ ക്ലാസ് സിസ്റ്റത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ഈ പൊതുവേ നമ്മൾ ഈ കാസ്റ്റും ക്ലാസ്സും തമ്മിലാണെന്ത്
പൊതുവേ നമ്മൾ കമ്പയർ ചെയ്യാറ്. ഓക്കെ, അപ്പം ജസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇതിനെ ഒരു ക്ലോസ്ഡ് സിസ്റ്റം എന്നും മറ്റത് ക്ലാസ്സിനെ ഒരു ഓപ്പൺ സിസ്റ്റം എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, എന്തുകൊണ്ടാണ്? ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇൻ കാസ്റ്റ് സിസ്റ്റം ദറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ബർത്ത്, ജാതി ജന്മന നിർണ്ണയിക്കപ്പെടുന്നതാണ്. അല്ലെങ്കിൽ ജാതിയുടെ അടിസ്ഥാനം എന്താണ്? ജന്മമാണ്. ഓക്കെ, ജന്മന നിർണ്ണയിക്കപ്പെടുന്നതാണ്, അല്ലെങ്കിൽ ജന്മമാണ് അതിൻ്റെ അടിസ്ഥാനം. ഓക്കെ, അറ്റ് ദ സെയിം ടൈം ക്ലാസ് ഡിപ്പെൻഡ്സ് അപ്പോൺ സോഷ്യൽ സർക്കംസ്റ്റാൻസസ്. ഓക്കെ, അപ്പോൾ അവിടെ വർഗം തീരുമാനിക്കുന്നത് സാമൂഹ്യ സാഹചര്യങ്ങളാണ്. ഓക്കെ, ജന്മമല്ല, നേട്ടമാണ് അതിൻ്റെ അടിസ്ഥാനം, അങ്ങനെയും പറയാം. ഓക്കെ, ദെൻ കാസ്റ്റ് ഈസ് എ ക്ലാസ്ഡ് ഗ്രൂപ്പ്. ഇതൊരു അടഞ്ഞ വ്യവസ്ഥയാണ് ജാതി വ്യവസ്ഥ. അറ്റ് ദ സെയിം ടൈം ക്ലാസ് ഈസ് എ ഓപ്പൺ സിസ്റ്റം, തുറന്ന വ്യവസ്ഥയാണ്. ദെൻ കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിജിഡ് റൂൾസ് ഇൻ മാരേജ്, ഈറ്റിംഗ് ഹാബിറ്റ്സ്, ദെൻ നോ റിജിഡിറ്റി. ഓക്കെ, അതായത് വിവാഹത്തിൻ്റെ കാര്യത്തിൽ, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ വിനോദങ്ങളുടെ കാര്യത്തിൽ, ഇതിലൊക്കെ എന്തുണ്ട്? ധാരാളം നിയന്ത്രണങ്ങളുണ്ട് എവിടെ? കാസ്റ്റിൽ. ഓക്കെ, അവിടെ സ്വജാതിയിൽപ്പെട്ടവർ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. ഓക്കെ, താഴ്ന്ന ജാതിക്കാരൻ നെയ്യ് പാകം ചെയ്ത നല്ല ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. ഉയർന്ന ജാതിക്കാരന് മാത്രമേ അത് കഴിക്കാൻ പാടുള്ളൂ. ഭക്ഷണ കൈമാറ്റത്തിൽ ധാരാളം പ്രത്യേകതകളുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ വിനോദങ്ങളിലൊക്കെ അല്ലേ, എന്തും ചെയ്യാം, ആർക്ക് ചെയ്യാം, സവർണന് ചെയ്യാം, താഴ്ന്നനോ അതൊന്നും ചെയ്യാൻ പാടില്ല. അത്തരത്തിലുള്ള യാതൊരു കർക്കശവും ഇവിടെ ഇല്ല, ക്ലാസ് സിസ്റ്റത്തിലില്ല. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? നോ റിജിഡിറ്റി, കർക്കശമില്ല. ഓക്കെ, ദെൻ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ മറ്റൊരു പ്രത്യേകത പെർമനൻറ്റ് സ്റ്റേബിൾ ഓർഗനൈസേഷനാണ്. കാസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് സ്ഥിരതയുള്ള ഒരു സ്ഥാപനമാണ്. ഓക്കെ, പക്ഷേ ലെസ് സ്റ്റേബിൾ ദാൻ കാസ്റ്റ് സിസ്റ്റം. പക്ഷേ ഇത്രത്തോളം സ്ഥിരത എന്തിനില്ല? ക്ലാസ് സിസ്റ്റത്തിനില്ല. ജാതി വ്യവസ്ഥയിൽ ഇപ്പോഴും അത് മാറ്റമില്ലാതെ തന്നെ ഇവിടെ തുടരുന്നുണ്ട്, ഇന്ത്യൻ സമൂഹത്തിൽ തുടരുന്നുണ്ട്. പക്ഷേ ക്ലാസ് സിസ്റ്റത്തിൽ ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇൻഹെറിറ്റഡ് മെമ്പർഷിപ്പ്. ഇൻഹെറിറ്റഡ് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായ അംഗത്വമാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ എന്താണ്, നിങ്ങളെ അച്ഛൻ ഏത് ജാതിയിലാണോ അത് തന്നെയായിരിക്കും നിങ്ങളെയും ജാതി, ഇങ്ങനെ പാരമ്പര്യമായിട്ട് ഇങ്ങനെ പോരുകയാണ് ചെയ്യുക. ഓക്കെ, ദെൻ ക്ലാസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നെവർ ഇൻഹെറിറ്റഡ് ആണ്. ഓക്കെ, അവിടെ എന്തില്ല? പാരമ്പര്യത്തെ അടിസ്ഥാനമാക്കിയല്ല. നിങ്ങളിപ്പോൾ എന്താണ്, നിങ്ങളെ അച്ഛനോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബമോ ഏറ്റവും താഴ്ന്ന സാമ്പത്തികമായിട്ട് ഏറ്റവും പിന്നോക്കമായിരിക്കും. പക്ഷേ നിങ്ങളെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഏറ്റവും മുന്നോക്കം, മീൻസ് ഏറ്റവും സമ്പന്നനായിട്ട് മാറാൻ സാധിക്കും. ഓക്കെ, അവിടെ ഒരിക്കലും എന്തല്ല, പാരമ്പര്യമല്ല നോക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിഫറൻസ് ആര് തമ്മിലുണ്ട്? കാസ്റ്റും ദെൻ ക്ലാസ്സും തമ്മിലുണ്ട്. ഓക്കെ, then class system allow social mobility. Then what is social mobility? Social mobility means okay, അതായത് എന്താണ്? ജാതി വ്യവസ്ഥ ക്ലാസ് സിസ്റ്റം, വർഗവ്യവസ്ഥ സാമൂഹ്യ ചലനക്ഷമത എന്ത് ചെയ്യുന്നുണ്ട്? അംഗീകരിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ വാട്ട് ഈസ് സോഷ്യൽ മൊബിലിറ്റി? സോഷ്യൽ മൊബിലിറ്റി മീൻസ് ഇൻഡിവിജ്വൽ ക്യാൻ മൂവ് ഫ്രം വൺ സോഷ്യൽ സ്റ്റാറ്റസ് ടു അനദർ സോഷ്യൽ സ്റ്റാറ്റസ്. സോഷ്യൽ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ ഒരു പദവിയിൽ നിന്നും മറ്റൊരു പദവിയിലേക്ക് മാറാൻ സാധിക്കുന്ന ആ അവസരത്തിനാണെന്ന് പറയുന്നത് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. സമൂഹത്തിലെ ഒരു പദവിയിൽ നിന്നും മറ്റൊരു പദവിയിലേക്ക് മാറാനുള്ള കഴിവിനെയാണെന്ത്? സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ക്ലാസ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് സാമൂഹിക ചലനക്ഷമത എന്ത് ചെയ്യുന്നുണ്ട്? അംഗീകരിക്കുന്നുണ്ട്. ഓക്കെ, അതായത് സോഷ്യൽ മൊബിലിറ്റി മീൻസ് വൺ മേ ഗോ ടു ഹയർ ടു ബെറ്റർ ക്ലാസ് ഓർ ഗോ ഡൗൺ ടു എ ലോവർ ക്ലാസ്. ഒരു വ്യക്തിക്ക് ഒന്നുകിൽ ഉയർന്ന വർഗത്തിലേക്കോ അല്ലെങ്കിൽ താഴ്ന്ന വർഗത്തിലേക്കോ പോകാൻ സാധിക്കുക, അതിനെയാണെന്ന് പറയുന്നത് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത്, സാമൂഹിക ചലനക്ഷമത എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇൻഡിവിജ്വൽ ക്യാൻ മൂവ് ഫ്രം വൺ സോഷ്യൽ സ്റ്റാറ്റസ് ടു അനദർ സോഷ്യൽ സ്റ്റാറ്റസ്. ഒരു സാമൂഹ്യ പദവിയിൽ നിന്നും മറ്റൊരു സാമൂഹ്യ പദവിയിലെ വ്യക്തികൾക്ക് പോകാൻ സാധിക്കുന്നതിനാണ് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. ഈ സോഷ്യൽ മൊബിലിറ്റി അംഗീകരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് ഇത് ക്ലാസ് സിസ്റ്റം എന്ന് പറയുന്നത്. അതേസമയം കാസ്റ്റ് സിസ്റ്റത്തിൽ സോഷ്യൽ മൊബിലിറ്റി ഇല്ല. അതായത് ഒരു വ്യക്തി ജനിച്ച സമയത്ത് അയാളുടെ സാമൂഹ്യ പദവി എന്താണോ, മരണം വരെ ആ സാമൂഹ്യ പദവിയാണ്. പദവി മാറാൻ എവിടെ സാധിക്കില്ല? കാസ്റ്റ് സിസ്റ്റത്തിൽ സാധിക്കില്ല. അപ്പം ഈ ക്ലാസ് സിസ്റ്റത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇത് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ച് പ്രത്യേകത കൂടെ ആർക്കുണ്ട്? ഈ ക്ലാസ് സിസ്റ്റത്തിന് ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ, താങ്ക് യു.